സന്തോഷ്, അതുപോലെ തന്നെ കൗൺസിലിലെ എല്ലാ ബഹുമാനരായ അംഗങ്ങൾ, പ്രിയമുള്ള സഹോദരന്മാരെ, ഞാനും ഒട്ടും സമയമെടുക്കുന്നില്ല. അത്തത്തിൻ്റെയും അതുപോലെ തന്നെ തിരുവോണത്തിൻ്റെയും മംഗളങ്ങൾ എല്ലാവർക്കും വളരെ സ്നേഹപൂർവ്വം നേരുകയാണ്. ഇവിടെ പറഞ്ഞതുപോലെ നല്ല കാലാവസ്ഥയാണ്. എത്രയും വേഗം പരിപാടികൾ തുടങ്ങണം, ഘോഷയാത്ര ആരംഭിക്കണം. ലോകമെമ്പാടും ഓണം ആഘോഷിക്കാൻ ഒരുങ്ങുന്ന അവസരത്തിൽ ഓണത്തിൻ്റെ ഔദ്യോഗികമായ ഒരു പക്ഷേ വരവ് അറിയിക്കുന്നത് ഈ തൃപ്പൂണിത്തുറയിലെ അത്താഘോഷ പരിപാടികളാണ്. അതിൽ വളരെ പൂർവാധികം ഭംഗിയായി ഈ പരിപാടിയെല്ലാം സംഘടിപ്പിച്ച പ്രിയപ്പെട്ട ചെയർപേഴ്സണെയും സഹപ്രവർത്തകരെ എല്ലാവരെയും ഞാൻ ഹാർദവമായിട്ട് അനുമോദിക്കുന്നു. ഈ ഓണത്തിൻ്റെ സന്തോഷവും സമൃദ്ധിയും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വരുന്ന ഒരു വർഷക്കാലം നിറഞ്ഞു നിൽക്കട്ടെ എന്നുള്ള ആശംസയോടുകൂടി എല്ലാവരെയും സ്നേഹപൂർവ്വം ആദരവോട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് MLA ക്ഷണിക്കുന്നു. വേദിയിൽ ഉപസ്ഥാപിക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രിമാർ ശ്രീ വി രാജീവ്, ബഹുമാനപ്പെട്ട MP പത്മശ്രീ ജയറാം, കളക്ടറടക്കം മറ്റെല്ലാ ബഹുമാനരെ, ശ്രീ രമേശ് പിഷാരടി, ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ അടക്കം ബഹുമാനരായ കൗൺസിലേഴ്സ്, പ്രിയ സഹോദരന്മാരെ, സ്നേഹിതരെ, അത്തച്ചമയ ഘോഷയാത്ര ഇന്നിവിടെ ആരംഭം കുറിക്കുകയാണ്. എല്ലാവർക്കും അത്തത്തിൻ്റെയും ഓണത്തിൻ്റെയും നന്മകൾ ഞാൻ ആശംസിക്കുന്നു. ഇവിടെ രാജീവ് മന്ത്രി സൂചിപ്പിച്ച പോലെ ഞാനും സ്ഥിരമായി ഈ വേദിയിൽ വരുന്ന ഒരാളാണ്. കൂടുതൽ പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. അത്തത്തിൻ്റെ എല്ലാ നന്മകൾ നമ്മുടെയൊക്കെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. തവണത്തെ അത്താഘോഷ വേദിയെ കൂടുതൽ മികവുറ്റതാക്കുന്നത് ഇവിടെ കുറച്ചു മുമ്പ് ഞങ്ങൾ സന്ദർശിച്ച ഈ പവലിയൻ തന്നെയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ അവിടെ മനോഹരമായ നിലയിൽ അവരവിടെ ഒരുങ്ങിയിരിക്കുമ്പോൾ അതേറെ ശ്രദ്ധേയമായ ഒന്ന് തന്നെയാണ്. ഞാൻ പ്രത്യേകമായി സംഘാടക സമിതിയെ അഭിനന്ദിക്കുന്നു. അങ്ങനെ വേദി വന്നതിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം ഒപ്പം തന്നെ നല്ലൊരു കാലാവസ്ഥ ലഭിച്ചു. കഴിഞ്ഞ തുടർച്ചയായിട്ടുള്ള പല അത്ത ദിവസവും ഈ വേദിയിൽ നിൽക്കുമ്പോൾ മഴയാണ് നമ്മൾ എതിരേറ്റത്. ഇത്തവണ നല്ല കാലാവസ്ഥയാണ്. കാലാവസ്ഥയെ പരമാവധി പ്രയോജനപ്പെടുത്തി ഈ ഘോഷയാത്ര മനോഹരമായി മുമ്പോട്ട് പോകാൻ കഴിയട്ടെ. എല്ലാ ഭാവങ്ങളും ആശംസിക്കുന്നു. സാഹോദര്യത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും മത സൗഹാർദ്ദത്തിൻ്റെയും ഒക്കെ വലിയ സന്ദേശം ലോകത്തിന് നൽകുന്ന ഒരു ദിവസമാണ് ഇന്ന്. അതായത് തൃപ്പൂണിത്തുറയിൽ അതിൻ്റെ എല്ലാ മികവോടെ അത് നിൽക്കുന്നു. എല്ലാ ഭാവങ്ങളും ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ പ്രസംഗിക്കുകയാണ്. നമസ്കാരം. അടുത്തതായി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ശ്രീമതി G. പ്രിയങ്ക IAS ക്ഷണിക്കുന്നു. ശ്രീ MP രാജേഷ് സർ അവരുടെ, പതാക ഉയർത്ത ശ്രീ P. രാജീവ് സർ അവരുടെ, പേരിലും സദസ്സിലുമുള്ള എല്ലാ വിശിഷ്ട വ്യക്തികളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആദ്യത്തെ അത്താഘോഷമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഐതിഹാസികവും പാരമ്പര്യ സാംസ്കാരികവുമായിട്ടുള്ള ഒരു വൈവിധ്യത്തെ കൊണ്ടും സമത്വത്തിൻ്റെയും തുല്യത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും ഒരു പ്രതീകമാണ് ഈ അത്താഘോഷം. എല്ലാ സംഘാടക സമിതിയുടെ മെമ്പർക്കും ഞാൻ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം അത്താശംസകളും ഓണം ആശംസകളും നേരുകയാണ്. നന്ദി, നമസ്കാരം. അടുത്തതായി ശ്രീ രമേശ് പിഷാരടി. ഈ നാടിനെ നയിക്കുന്ന വേദിയിലിരിക്കുന്ന മന്ത്രിമാർ, MLA മാർ, MP മാർ, മറ്റ് വിശിഷ്ട വ്യക്തികൾ, എല്ലാവർക്കും ഒറ്റവാക്കിൽ വിനയം നിറഞ്ഞ നമസ്കാരം. ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങൾക്ക് നമസ്കാരം. ഇപ്പോൾ പ്രസംഗത്തിന് ഏറ്റവും നീളം കുറയ്ക്കുന്നവർക്ക് നല്ല കൈഴി കിട്ടുന്നതായിട്ടൊരു ട്രെൻഡ് ഞാൻ മനസ്സിലാക്കി. അവിടെ ഇരുന്നുകൊണ്ട് അതുകൊണ്ട് സുദീർഘമായി സംസാരിക്കുന്നില്ല. സന്തോഷിക്കുവാൻ വേണ്ടി ആളുകൾ ഒത്തുകൂടുന്നത് കാണുന്നത്രയും വലിയ സന്തോഷം മറ്റൊന്നില്ല. നമ്മളുടെ ഈ ഒരു സന്തോഷത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ കഴിഞ്ഞ കുറേയധികം ദിവസങ്ങളായി ഉറക്കം നിൽക്കുകയും ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഇത്ര ഗംഭീരമായി നടത്തുന്നത്. എല്ലാവരുടെയും പേരുകൾ നമുക്കറിയാം.